മുഖ്യമന്ത്രി പദവിയിലേക്ക് വി.ഡി. സതീശനെ പിന്തുണച്ച് നടൻ സിദ്ദിഖ്. വി.ഡി. സതീശനെ അല്ലാതെ രാഹുൽ ഗാന്ധിയെ പോലും സങ്കല്പിക്കാൻ കഴിയില്ലെന്ന് ഫേസ്ബുക്ക് കുറിപ്പ്. കോൺഗ്രസ് നേതൃത്വം ജനങ്ങളുടെ ആഗ്രഹം മനസ്സിലാക്കി തീരുമാനമെടുക്കണം. അധികാര വടംവലിക്കിടയിൽ മറ്റൊരാൾ പദവിയിലേക്ക് വരരുത്. കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന സാധാരണക്കാരൻ്റെ അഭ്യർത്ഥനയാണിതെന്നും സിദ്ദിഖ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. സജോ ദേവസ്യയുണ്ട്. സജോ ദേവസ്യ, ഇപ്പോൾ സിദ്ദിഖ് തുറന്ന പിന്തുണയുമായിട്ട് എത്തുന്നു വി.ഡി. സതീശന് വേണ്ടിയിട്ട്. പൊരിഞ്ഞ പോരാട്ടത്തിന് ശേഷം വി.ഡി. സതീശനെ തഴഞ്ഞ് മറ്റൊരാൾ വരുന്നതിനെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല. സാക്ഷാൽ രാഹുൽ ഗാന്ധിയെ പോലും സങ്കല്പിക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് ടി സിദ്ദിഖ് കുറിച്ചിരിക്കുന്നത്. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഗുഡ് മോർണിംഗ്. അതായത് ഈ മുഖ്യമന്ത്രി പദവിക്ക് വേണ്ടിയുള്ള റേസ് സജീവമായി പുരോഗമിക്കുന്നു. ഇതിനിടെ വിവിധങ്ങളായി നമുക്കറിയാം ഫ്ലെക്സ് യുദ്ധം സജീവമായി എല്ലായിടത്തും, സംസ്ഥാനത്ത് എല്ലായിടത്തും, സംസ്ഥാനത്തിന് പുറത്ത് ദില്ലിയിലുമൊക്കെ നമ്മൾ കണ്ടതാണ്. അത് ഒരു വശത്ത് പുരോഗമിക്കുന്നു, മറുവശത്ത് പാർട്ടി അനുഭാവികളുടെ സമൂഹ മാധ്യമ പോര് കാണുന്നു. ഇതിനിടെയാണ് ചലച്ചിത്ര രംഗത്തുള്ളവർ, സാംസ്കാരിക പ്രവർത്തകർ എന്നിവരെല്ലാവരും അവരുടെ നിലപാടുകൾ വ്യക്തമാക്കുന്നു. അതിൽ വി.ഡി. സതീശന് തുറന്ന പിന്തുണയുമായി നടൻ സിദ്ദിഖ് വരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം വളരെ ശ്രദ്ധേയമാണ്. മുഖ്യമന്ത്രി പദവിയിൽ വി.ഡി. സതീശൻ എന്ന ഒരേ ഒരു നേതാവിനെ അല്ലാതെ രാഹുൽ ഗാന്ധിയെ പോലും ഈ മുഖ്യമന്ത്രി പദവിയിൽ സങ്കല്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം ഇവിടുത്തെ ചില നേതാക്കളുടെ മാത്രം അഭിപ്രായം തേടിയാൽ പോരാ, ജനവികാരം മനസ്സിലാക്കണം. അതുകൊണ്ട് അദ്ദേഹത്തെ തന്നെ നിയോഗിക്കണം ആ പദവിയിലേക്ക്. ഒരു കോൺഗ്രസ്, അതായത് ഓർമ്മ വെച്ച നാൾ മുതൽ കോൺഗ്രസ് പാർട്ടിക്കൊപ്പം നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ തൻ്റെ അഭിപ്രായം പറയുകയാണ്. ഒരു അഭ്യർത്ഥനയായി മുന്നോട്ട് വയ്ക്കുകയാണ്. മുഖ്യമന്ത്രി പദവിയിലേക്ക് ഒരേ ഒരു പേര് മാത്രമേ അംഗീകരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്നു. ഒപ്പം ഈ തിരഞ്ഞെടുപ്പിലെ നേട്ടങ്ങൾക്കൊക്കെ അതിന് ലീഡർഷിപ്പ് വഹിച്ചത് വി.ഡി. സതീശനാണ് എന്ന് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പരാമർശിക്കുന്നത്. ഇതുകൂടാതെ വളരെ ശ്രദ്ധേയമായൊരു നീക്കം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതായത് സാംസ്കാരിക പ്രവർത്തകരുടെ ഒരു റെപ്രസെൻറ്റേഷൻ അഥവാ അവരുടെ ഒരു കത്ത് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് നൽകിയിട്ടുണ്ട്. അതിൽ നിരവധി പേർ ഒപ്പുവച്ചിട്ടുണ്ട്. കെ ജി ശങ്കരപ്പിള്ള, എം.എൻ. കാരശ്ശേരി മുതൽ അങ്ങോട്ടേക്ക് അഗസ്റ്റിൻ വട്ടോൾ, അതായത് സാംസ്കാരിക പ്രവർത്തകരുടെ ഒരു നീണ്ട നിര തന്നെ ഒരു കത്ത് തയ്യാറാക്കി രാഹുൽ ഗാന്ധിക്ക് അയച്ചിരിക്കുകയാണ്. ആ കത്തിൽ പറയുന്നത് ഈ വിജയത്തിൽ വി.ഡി. സതീശന് കൃത്യമായ കയ്യൊപ്പുണ്ട്. അതുകൊണ്ട് കേരളത്തിൻ്റെ ചരിത്രം പഠിക്കണം, പരിശോധിക്കണം, അങ്ങനെ ഉചിതമായൊരു തീരുമാനമെടുക്കണം എന്ന് വെച്ചാൽ ആ കത്തിൻ്റെ ആകെ തുക രാഹുൽ ഗാന്ധിക്ക് കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകർ, നമുക്കറിയാവുന്നതുപോലെ പലപ്പോഴും ഇങ്ങനെ സാംസ്കാരിക പ്രവർത്തകർ കൂട്ടമായി ഒപ്പ് വെച്ചുകൊണ്ടുള്ള പല റെപ്രസെൻറ്റേഷനുകളും കത്തുകളും ഒക്കെ നൽകാറുണ്ട്. സമാന രൂപത്തിൽ സാംസ്കാരിക പ്രവർത്തകർ, നിരവധി സാംസ്കാരിക പ്രവർത്തകർ ഒപ്പുവച്ചിരിക്കുന്ന ഒരു കത്ത് രാഹുൽ ഗാന്ധിക്ക് നൽകിയിരിക്കുകയാണ്. അതിൽ പ്രധാനമായും ഇതേ ആവശ്യം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. തുറന്ന കത്ത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സാംസ്കാരിക പ്രവർത്തകരുടെ കത്ത് നൽകിയിട്ടുള്ളത്. നിരവധി പേർ അതിൽ ഒപ്പുവച്ചിരിക്കുന്നു. മാധ്യമരംഗത്ത് എഴുത്തുകാർ, സാംസ്കാരിക പ്രവർത്തകർ, പരിസ്ഥിതി പ്രവർത്തകർ, സോഷ്യൽ ആക്ടിവിസ്റ്റുകൾ എന്ന് തുടങ്ങി നിരവധി പേർ അതിലുണ്ട്.